ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നല്ല സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. രണ്ട് മൾട്ടി ബാക്കർ സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മുൻപ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഓൾമോസ്റ്റ് 180 റുപ്പീസാണ് ആ സ്റ്റോക്കിന് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ചാർട്ട് വളരെ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതായത് ഓൾമോസ്റ്റ് 180 ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം അത് ഓൾമോസ്റ്റ് 300 എനിക്ക് തോന്നുന്നു 350 റേഞ്ചിലൊക്കെ 340-50 റേഞ്ചിൽ വന്ന സമയത്ത് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 100% നമുക്ക് റിട്ടേൺസ് ഇപ്പോൾ ഓൾറെഡി കിട്ടി. പക്ഷെ ഇനിയും ഈ സ്റ്റോക്ക് മുകളിലോട്ട് പോകും. 500 ബ്രേക്ക് ചെയ്ത് 500 റുപ്പീസിന്റെ മുകളിലോട്ട് കല്യാൺ ജ്വല്ലേഴ്സ് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെയധികം കോൺഫിഡന്റ് ആണ് കല്യാൺ ജ്വല്ലേഴ്സിൽ. ഇനി കുറച്ച് താഴോട്ട് വന്നാലും ഇത് 500 എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 1 ക്ലോസ് ചെയ്തത് 500 മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് താഴെ കമന്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇതുപോലെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള രണ്ട് സ്റ്റോക്കുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്റ്റോക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. ഒരു മൾട്ടി ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കല്യാൺ ജ്വല്ലേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ അതേപോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ് സൊമാറ്റോ എന്ന് പറയുന്ന സ്റ്റോക്ക്. സ്റ്റിൽ സൊമാറ്റോ നമ്മൾ ഹോൾഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 സ്റ്റോക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ 3 സ്റ്റോക്കും ഇനിയും മുകളിലോട്ട് പോകും. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും സൊമാറ്റോ ആണെന്നുണ്ടെങ്കിലും ടാറ്റ മോട്ടോഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ലോങ് ടേമിലേക്ക് ദി ബെസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയും. ഞാൻ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി എൻ്റെ ക്യാപിറ്റലിൻ്റെ വലിയൊരു പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്ന 3 സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റുന്ന, പക്ഷേ നിങ്ങളുടെ അനാലിസിസ് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ വാക്ക് കേട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഞാൻ എൻ്റെ അനാലിസിസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നിയ 2 സ്റ്റോക്കും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റോക്ക് പ്രീകോൾ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാം. ഞാൻ ആദ്യം ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് കണ്ടിട്ടാണ് ഈ സ്റ്റോക്കിൽ ആദ്യം അട്രാക്റ്റഡ് ആയത്. അതിന് കാരണം അത് നിങ്ങൾ ഈ ചാർട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഏകദേശം ലിസ്റ്റ് ചെയ്തിട്ടുള്ള, ഒരുപാട് മുൻപ് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഏകദേശം 2017 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്ക്. ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2020 സമയത്താണ് ഇതിൻ്റെ ബോട്ടം ലൈൻ ഫോം ആയത്. ബോട്ടം ലെവലിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഫോർമേഷൻ വന്നത്. അതിനുശേഷം 21 മുതൽ ഈ സ്റ്റോക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഹൈ വളരെ ക്ലിയർ ആയിട്ടുള്ള അപ്രൻ്റാണ്. ഇതിലെവിടെയും നമുക്കൊരു പ്രശ്നം പറയാനില്ല. ടെക്നിക്കലി ബുള്ളിഷാണെന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ് ഈ സ്റ്റോക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കലി നമുക്ക് ഒരു തരത്തിലും ഈ സ്റ്റോക്കിലൊരു നെഗറ്റീവ്നെസ് കാണിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുള്ള അപ്രൻ്റാണ്. ഈ സ്റ്റോക്ക് നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഇനിയിപ്പം മൾട്ടി ബാഗർ എന്നുള്ള രീതിയിൽ പോയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് ഇല്ല. കുറച്ച് ടൈം എടുത്താലും ഈ സ്റ്റോക്ക് കയറി പോകും എന്നുള്ള രീതിയിലുള്ള വളരെ സ്ട്രക്ചർ ആയിട്ടുള്ള എന്താ പറയുക ടെക്നിക്കൽ ഫോർമേഷനാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സ്റ്റോക്കിൻ്റെ എന്താ പറയുക ഷെയർ ഹോൾഡിങ്സ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഹോൾഡിങ്സ് ആരാണെന്നുള്ളത്. ഇപ്പോൾ ഷെയർ ഹോൾഡിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഷെയർ ഹോൾഡിങ്സ് നോക്കുന്നത് 2024 മുതൽ 4 ഏകദേശം 9% ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഫോറിനേഴ്സിൻ്റെ കൂടിയിട്ടുള്ളത്. അതായത് 6.5% ഉണ്ടായിരുന്നത് 14.3% ആയിട്ടാണ് ഫോറിനേഴ്സിൻ്റെത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെത്. പിന്നെ മ്യൂച്വൽ ഫണ്ടുകാർ 3.6% ഹോൾഡിങ്സ് ഉണ്ടായിരുന്നത് ഏകദേശം 10 ഉണ്ട്. ഏകദേശം 6% മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് കൂട്ടുക എന്നൊക്കെ പറയുന്നത് ലോങ് ടേമിലേക്ക് വളരെയധികം പോസിറ്റീവാണ്. ആ ഒരു കാരണം അതന്നെ ഒരു നല്ലൊരു കാരണമാണ് ശരിക്കും. പിന്നെ ഇൻഷുറൻസ് പോലുള്ള ഫേംസ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3.2 ഉണ്ടായിരുന്നത് 6.5 ആക്കി. ഇനി നമ്മൾ ഈ കമ്പനിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് നമ്മൾ ചെക്ക് ചെയ്യാം. പ്രീകോൾ എന്ന് പറയുന്ന കമ്പനിയുടെ ബേസിക് ഫണ്ടമെൻ്റൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഞാനതിന് മണി കൺട്രോൾ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ചുകൂടെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. അതിൻ്റെ പ്രീമിയം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിലുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു ബേസിക് ആയിട്ടുള്ള അനാലിസിസ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു സ്റ്റോക്ക് നല്ല ഫണ്ടമെൻ്റൽസ് ടെക്നിക്കൽസ് തോന്നിയൊരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത് 15 എന്ന് കാണിക്കുന്നുണ്ട്, വീക്ക്നെസ് 0 കാണിക്കുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് 2, ത്രെറ്റ്സ് ആയിട്ട് 2 കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ കാണിക്കുന്ന സ്ട്രെങ്ത് 15 എന്ന് പറഞ്ഞാൽ 15 പോസിറ്റീവായിട്ടുള്ള റീസൺസ് ഉണ്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് മൊമെൻറ്റം. ഓക്കെ, ഇത് ടെക്നിക്കലായിട്ടുള്ള റീസൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം റീസൺ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് എന്നുള്ളതാണ്. പിന്നെ റൈസിങ് നെറ്റ് ക്യാഷ് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻ. ഓക്കെ, ക്യാഷ് ഫ്ലോ കൂടുന്നുണ്ട് എന്നുള്ളത് ഫണ്ടമെൻ്റൽ റീസൺ ആണ്. ക്യാഷ് ഫ്ലോ കൂടുന്നുണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ EPSൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഏണിങ്സ് പെർ ഷെയർ കൂടുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ക്യാപിറ്റൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കൂടി, ക്വാർട്ടർലി കൂടുന്നുണ്ട്, ഇയർലി കൂടുന്നുണ്ട്, ഡെപ്റ്റ് കുറവാണ്. ഓക്കെ, ലാസ്റ്റ് 4 ക്വാർട്ടറായിട്ട് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നുണ്ട്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് കൂടുന്നു. പിന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ പ്ലഡ്ജിങ് ഇല്ല. അതായത് ഉദ്ദേശിക്കുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ടില്ല, പണയം വെച്ചിട്ടില്ല കമ്പനിയുടെ ഷെയർ. അങ്ങനെ ഡെപ്റ്റുകളും ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് റീസൺസ് ഇവിടെ എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള റീസൺസ് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ വീക്ക്നെസ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്, കമ്പനി എത്രത്തോളം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്നുള്ളതാണ്. പക്ഷേ ഇത് ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനികൾ ഇല്ല. ഇത് രണ്ടും ടെക്നിക്കലായിട്ടുള്ള റീസൺ ആണ് കാണിക്കുന്നത്. അത് അത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹയസ്റ്റ് റിക്കവറി ഫ്രം 52 വീക്ക് ലോയിൽ നിന്ന് പെട്ടെന്നുള്ള റിക്കവറി, ഹയസ്റ്റ് റിക്കവറി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ RSI ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിൽ പോസിറ്റീവ്സ് കാണിക്കുന്നു, പ്രൈസിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നു. അത് അത്ര കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മെയിനായിട്ട് നമ്മുടെ കമ്പനിക്ക് ഫണ്ടമെൻ്റൽസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ട്രെങ്ത് മാത്രം നോക്കിയാൽ മതി. പിന്നെ വീക്ക്നെസ് നോക്കിയാൽ, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബാക്കി പിന്നെ അത് വെച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാനൊന്നും കഴിയില്ല. പിന്നെ ത്രെഡ്സ് ഉള്ളത് PE കൂടുതലാണെന്നുള്ളതാണ്. ഈ PE കൂടുതൽ എന്നുള്ളത് വലിയൊരു കൺസേൺ ആക്കി എടുക്കേണ്ട ആവശ്യമായിട്ട് എനിക്കില്ല, വലിയൊരു ത്രെട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയത്. നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും PE കൂടാറുണ്ട് പല കമ്പനീസിൻ്റെയും. അപ്പോൾ അതത്ര ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇൻക്രീസ് ഇൻ ട്രെൻഡ് ഇൻ നോൺ കോർ ഇൻകം. ഓക്കെ, ഇത് ആക്ച്വലി ചെറിയൊരു കൺസേൺ ആണ്. പക്ഷേ ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോർ ബിസിനസ്സിൽ നിന്ന് അല്ലാത്ത ഇൻകം ഉണ്ടാവും. അതായത് ഇപ്പോൾ അവർ ചിലപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻകം, അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് വഴി അങ്ങനെ എന്തെങ്കിലും രീതിയിൽ റെൻ്റൽ പോലുള്ള രീതിയിൽ, അതായത് അവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് ഉണ്ടല്ലോ, ആ ബിസിനസ്സിൽ നിന്നല്ലാതെ ഒരു വേറെ ഏതെങ്കിലും സോഴ്സ് വഴി അവർക്ക് ഇൻകം വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ത്രെട്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇൻകം കാരണം ചിലപ്പോൾ നമ്മളെ ഈ സ്ട്രെങ്ത്തിലൊക്കെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ മെയിനായിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് ഇൻകം വന്നിട്ടേ നമുക്ക് കാര്യമുള്ളൂ കമ്പനിക്ക്, അല്ലേ? മറ്റേത് ഇപ്പോൾ ടെമ്പററി ഇൻകം ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള ബിസിനസ് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ കമ്പനി പൂട്ടി പോകും എന്താണെങ്കിലും. അപ്പോൾ മെയിനായിട്ടുള്ള ബിസിനസ്സിൽ നിന്നാണ് നമുക്ക് ഇൻകം വരേണ്ടത്. അപ്പം ആ ഒരു ഇൻകം അല്ലാതെ ആണ് ഇത്തരത്തിലുള്ള ക്വാർട്ടറിലൊക്കെ പ്രോഫിറ്റ് കൂടുന്നതും റവന്യൂ കൂടുന്നതൊക്കെ ആ ഒരു കോർ ബിസിനസ്സിൽ നിന്നല്ലാത്ത ഇൻകം ആവുമ്പോൾ അതൊരു കൺസേൺ ആണ്. അപ്പോൾ അതാണ് ഇവിടെ ത്രെറ്റിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാനത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. അത്ര വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊന്നും അതിൽ കാണുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഞാൻ കംപ്ലീറ്റ്ലി ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നത്. പിന്നെ മണി കൺട്രോളിൻ്റെ മൊത്തം ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ടെക്നിക്കലി ബുള്ളിഷാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ പിട്രോസ്കി സ്കോർ ഓൾമോസ്റ്റ് 9 വന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. അത് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആയതുകൊണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഫണ്ടമെൻ്റൽസ് നല്ല ഫണ്ടമെൻ്റൽസ് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പോരാത്തതിന് ടെക്നിക്കൽസും വളരെ അടിപൊളിയാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ടായിരുന്നത്. ഏകദേശം ഇതിൻ്റെ ചാർട്ട് ഫോർമേഷനാണ് ഞാൻ പറയുന്നത്, ഏകദേശം ഇതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനാണ് ചാൻസ്. സൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം ഞാനിപ്പോൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ഒരുവിധ സ്റ്റോക്കുകളൊക്കെ ഇത്തരത്തിലുള്ള ഫോർമേഷനാണ് ചാർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു 1 ഇയർ കൊണ്ടൊക്കെ വലിയ റിട്ടേൺസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് വരാം. രണ്ടാമത്തെ സ്റ്റോക്ക് CMS Info എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി
നമ്മളെ ടെലിഗ്രാമിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള അനാലിസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ 11 സ്ട്രെങ്ത് നിങ്ങൾ ജസ്റ്റ് നോക്കി ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓരോന്ന് വായിച്ച് നോക്കുക. മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് അത്ര ഇഷ്യൂ ഇല്ല. ഇതിലും ഈ പറഞ്ഞ പോലെ നോൺ കോർ ഇൻകം എന്നുള്ളൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. കോർ ബിസിനസ്സിൽ നിന്നല്ലാത്ത ഇൻകം എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അതും ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്താണ്. അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽസ് നോക്കുമ്പോൾ ഈ നമ്മൾ സെയിം പാറ്റേൺ സെയിം രീതിയിലുള്ള ഫോർമേഷൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. കുറച്ചുകൂടെ ഇനീഷ്യൽ സ്റ്റേജാണ്. 2022 ലിസ്റ്റ് ആയിട്ടുള്ളത്. അപ് ട്രെൻഡാണ്, നല്ല രീതിയിൽ അപ് ട്രെൻഡാണ്. ടെക്നിക്കലി വളരെയധികം സ്ട്രോങ് ആണ്. ഞാൻ 2 സ്റ്റോക്കും ടെക്നിക്കൽസ് വെച്ചിട്ടാണ് മെയിനായിട്ടുള്ള നമ്മുടെ കോൺഫിഡൻസ് പറഞ്ഞ ടെക്നിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് വളരെയധികം ബുള്ളിഷാണ്. ബാക്കി ഫണ്ടമെൻറ്റൽസ് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിക്കോളും. പിന്നെ ഷെയർ ഹോൾഡിങ്സും കൂടിയാൽ മതി. ഇത് ആളുകൾ ബൈ ചെയ്യുന്നൊരു സ്റ്റോക്കും കൂടി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വർക്കൗട്ട് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.